രണ്ടുപേരോട് ഒരു സലാം പറഞ്ഞ് അടുത്ത ട്രിപ്പിന് വേണ്ടി നമ്മൾ കൂട്ടുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് ആഗ്ര ഡൽഹി മണാലി. വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ സ്കൂട്ടി മണാലിക്ക് പോകും. നല്ല ട്രെയിനാണ്. സ്കൂട്ടി കുറുപ്പത്താലെത്തിയിട്ട് ബസ്സിലോട്ട് കയറി നമ്മൾ പെരിന്തൽമണ്ണക്ക്. ഈ ബസ് ഈ പോക്ക് പോയിട്ടുണ്ട് ഇന്ത്യൻ ട്രെയിൻ മിസ് ആവുന്ന ഉറപ്പാണ്. പെരിന്തൽമണ്ണ കോഴിക്കോട് കയറിയ ബസ്സിലെ ഡ്രൈവറാണ് നേരെ ഓപ്പോസിറ്റ് 100-110 പറക്കണ ആള്. ആ പറക്കണതിന്റെ ഇടയിൽ വണ്ടി അട്ടി എന്തായാലും ഡ്രൈവർ അറിഞ്ഞിട്ടില്ല. നാട്ടിൽ പിന്നാലെ കൂടി വണ്ടി അടഞ്ഞു. പിന്നെ അവിടെ തെറിയുടെ പൂരേരും. അങ്ങനെ നമ്മൾ ഒരു ഓട്ടോ പിടിച്ച് നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോയി. ട്രെയിൻ കയറാൻ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവരും ഫസ്റ്റാണ് പോലെ. ട്രെയിനത്തെ ഫുഡിന്റെ അവസ്ഥ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട ഒരു വിചിത്രമായ ആചാരമാണ് ഇത്. മഞ്ചേരി NSS കോളേജിലെ കുട്ടികളായിട്ടാണ് എനിക്ക് ട്രിപ്പ് പോകാനുള്ളത്. ചോര ഇവിടെ ഒന്നും കാണാനില്ല. കോർഡിനേറ്റർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ഇതാണ് നമ്മളെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത കോർഡിനേറ്റർ. എന്തായാലും കോർഡിനേറ്റർ പേര് പറക്കത്തില്ലതാ. എന്തേക്കാരെന്നുള്ള നിങ്ങൾ പറയും. ട്രെയിനിൽ നിന്ന് എന്തായാലും കമ്പനിക്ക് നമുക്ക് ഒരു സായിപ്പിനെ കിട്ടും. നമ്മൾ പിന്നെ ഇംഗ്ലീഷിൽ പുലി ആയതുകൊണ്ട് വെച്ച് കീറി മൂപ്പരാളോട്. കൊച്ചിന്ന് പറയുക ഈ ഭാഗത്തിന് 5000 രൂപയ്ക്ക് ഈ മാല കൊടുത്ത് പറ്റിച്ചിരിക്കുന്നത്. 30 രൂപ എടുത്താൽ നമ്മളവിടെ ഫാൻസിന് ഈ സാധനം കിട്ടും. പേരിന്റെ ക്വാളിറ്റി എന്തായാലും നബിയിലും നിലനിർത്തുന്നുണ്ട്. ഇംഗ്ലീഷിൽ എന്തൊക്കെയോ സാഹിബിനോട് വെച്ച് കീച്ചുന്നുണ്ട്. ഒന്നും മനസ്സിലാവണില്ലല്ലോ. ആള് നല്ല പ്രോത്സാഹനമാണ്. ഫസ്റ്റ് ഈസ് ആയതുകൊണ്ട് തന്നെ കുട്ടികളോട് വല്ലാതെ കണക്ഷൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ നല്ല പോസ്റ്റാണ്. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എല്ലാ വിഷമത്തിനും പരിഹാരം ഫുഡാണെന്നല്ലേ. ഓരോ 2 മിനിറ്റിലും ഇവർക്ക് ഇതിൽ കൂടെ പാസ് ചെയ്തില്ലേ ഒരു സമാധാനം ഇല്ലാതുകൊണ്ട്. ഫോൺ അടിച്ചുകൊണ്ടായിരിക്കാൻ ഇതിലും നല്ല സേഫ് ആയ സ്ഥലം വേറെ അല്ലാതുകൊണ്ട്. ട്രെയിനിൽ ബാത്റൂമൊക്കെ ഒന്നും കയറി നോക്കിയതാ. ബാത്റൂമിൽ പോകേണ്ട പൂതിയുടെ തീർന്നു. 9 മണിയായപ്പോൾ തന്നെ എല്ലാവരും കടന്നുറങ്ങിയതോ. ഞാനിപ്പോ ഇനി ആരെ കാത്തിക്കണേ. അപ്പൊ ഓക്കെ ഗായ്സ്, ഗുഡ് നൈറ്റ്.